വീണ്ടും വാർത്തയിലേക്ക്. യുഡിഎഫിനോട് കൂടുതൽ അടുക്കാൻ പി.വി. അൻവർ. വനനിയമ ഭേദഗതിക്കെതിരെ പി.വി. അൻവർ നയിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസിസി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചനാണ്. വൈകിട്ട് പനമരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര മറ്റന്നാൾ വഴിക്കടവിൽ അവസാനിക്കും. എല്ലാ നിലക്കും എതിർക്കപ്പെടേണ്ട ഒരു നിയമ ഭേദഗതി ബില്ലാണിത്. ഒരു കാരണവശാലും കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവരുത്. അതിനെ അതിശക്തമായി എതിർക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം ആ അർത്ഥത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അതാണ് പൊതുവായിട്ട് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അലർട്ട് ചെയ്യുന്നതിന്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലത്തില് ഈ വരുന്ന 3-ാം തീയതി വൈകുന്നേരത്തെ പനമരത്ത് നടക്കുന്ന പൊതുയോഗം, 4-ാം തീയതി വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങള്, കോഴിക്കോട് ജില്ലയിലെ 4ാമത്തെ മണ്ഡലമായ തിരുവമ്പാടിയിലെ ആദ്യത്തെ ദിവസം, 2ാമത്തെ ദിവസം ജാഥ സമാപിക്കുകയും 5-ാം തീയതി ഞായറാഴ്ച രാവിലെ ഏറനാട് മണ്ഡലത്തിലെ ഇടവണ്ണ പഞ്ചായത്തിലെ ചാത്തലൂരിൽ നിന്ന് ആരംഭിച്ച് മമ്പാട് വഴി വണ്ടൂർ അങ്ങാടിയിൽ, അതോടൊപ്പം അതിനുശേഷം ഈ 2 മണ്ഡലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലത്തിലേക്ക് പ്രവേശിച്ച ശേഷം അമരമ്പലം, കരുളായി, മൂത്തേടം, അതുപോലെ തന്നെ ചുങ്കത്ര, പോത്തുകല്ല്, പഴിക്കടവ് രാത്രി 7 മണിയോട് കൂടിയിട്ട് ഇടക്കരയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ജനകീയ പ്രതിഷേധ യാത്രയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും എല്ലാ പൊതുസമൂഹത്തിലെയും സാമൂഹ്യ രംഗത്തേക്ക് ആളുകളുടെ പിന്തുണ ഇതിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതൊരു ജനകീയ വിഷയമായി കണ്ടുകൊണ്ട് ജനങ്ങൾ ഇതിൽ സജീവമായി പങ്കെടുത്ത് നമ്മുടെ പ്രതിഷേധം നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മുന്നിലെത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം എന്ന് സ്നേഹപൂർവ്വം. സി.വി. അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. പി.വി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഏതെങ്കിലുമുള്ള ഒരു സൂചനയാണ് ഈ പനമരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര? അശ്വതി, ഗുഡ് മോർണിംഗ്. അൻവറിന്റെ യാത്ര എവിടേക്ക് എത്തിച്ചേരും എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ സൂചനകളാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസിസി അധ്യക്ഷൻ എൻ.ഡി. അപ്പച്ചൻ. യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നത് MP E.T. മുഹമ്മദ് ബഷീർ. അൻവറിന്റെ യാത്ര UDF-ലേക്ക് എത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയും. ഇടതുപക്ഷത്തിന്റെ MLA ആയി ഏറെക്കാലം UDF-നെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന അൻവർ കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് നിലപാട് മാറ്റുകയും സ്വതന്ത്രനായി മാറുകയും ഇടതുപക്ഷത്തിനെ നിശ്ചിതമായി വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു സംഘടന രൂപീകരിച്ച് DMK നേതൃത്വ സംഘടന രൂപീകരിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും ഇടതുപക്ഷം വിട്ടതിന് ശേഷം ഒരു അഭയസ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനിടെ അദ്ദേഹം പല നേതാക്കളുമായും പല നേതൃത്വത്തിലുള്ള പലരുമായിട്ടും പല രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാലിനെ കണ്ടു എന്നുള്ളവരെ ആണ് റിപ്പോർട്ടുകൾ. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഈ യാത്ര UDF-നോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് വേണം നമുക്ക് കാണുവാൻ. അൻവർ ഉയർത്തിപ്പിടിച്ച വിഷയം ഈ ഘട്ടത്തിൽ ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വയനാട് മണ്ഡലവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരും ഈ പറയുന്ന തിരുവമ്പാടിയുമെല്ലാം ഒട്ടേറെ വന്യജീവി ആക്രമണത്താൽ വലയുന്ന ജനങ്ങളുള്ള സ്ഥലമാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിൽ അവിടെ നിരന്തരം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ വിഷയം അത് ഈ ഒരു മേഖലയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തലവേദന തന്നെയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനൊപ്പം UDF നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണയുമായി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര അത് ജനകീയ വിഷയങ്ങൾ മുൻനിർത്തി മലയോര മേഖലയിലെ ജനങ്ങളുടെ ആ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും UDF-ലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴിയായിട്ട് വേണം നമുക്കിതിനെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുവാൻ. സി.വി. അനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുക്കം തുടങ്ങി കോൺഗ്രസ്. മിഷൻ 2025-ന്റെ ഭാഗമായി കോഴിക്കോട് ഇന്ന് വാർഡ് പ്രസിഡന്റുമാരുടെ സമ്മേളനം നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കും. പാർട്ടി അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്.